വെള്ളക്കുപ്പായം, നിവർത്തി വിരിച്ചെടുത്ത കൈകൾ, സിംഹഗർജനം പോലെ തുറന്നവ, തിളങ്ങുന്ന കണ്ണുകൾ, പാറിപ്പറന്നു കിടക്കുന്ന നീളൻ മുടി, തൻ്റെ ചടുലമായ നൃത്ത ചുവടുകൾ കൊണ്ടും പ്രശസ്തമായ നാദമധുരിമ കൊണ്ടും ലോകത്തെ ആനന്ദിപ്പിച്ച് റോബോട്ട്. യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് മൈക്കിൾ ജാക്സൺ. അമേരിക്കയിലെ ഇൻഡ്യാനയിൽ ജോ ജാക്സന്റെയും കാതറിൻ ജാക്സന്റെയും 10 മക്കളിൽ 8ാമനായിട്ടാണ് മൈക്കിൾ ജാക്സൺ ജനിക്കുന്നത്. മറ്റു പ്രമുഖരെ പോലെ തന്നെ ജാക്സന്റെ കുട്ടിക്കാലവും കയ്പുനീർ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമേരിക്കയിലെ സ്റ്റീൽ കമ്പനിയിലായിരുന്നു ജോലി. അദ്ദേഹം അവിടെ ക്രെയിൻ ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു ബോക്സറായിരുന്നു, ഗിറ്റാറിസ്റ്റും മ്യൂസിഷ്യനും ഒക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കുട്ടികൾക്ക് വേണ്ടി ഒരു ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 5 വയസ്സാകുന്ന സമയം തൊട്ടേ ഇദ്ദേഹം പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ചെറിയ തെറ്റുകൾക്ക് പോലും ഭീകരമായ മർദ്ദനമായിരുന്നു അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത്. ജാക്സന് 5 വയസ്സുള്ള സമയത്ത് അച്ഛൻ തിരിച്ചറിഞ്ഞു തൻ്റെ മകൻ നന്നായി പാടാൻ കഴിവുള്ള ഒരു കുട്ടിയാണെന്ന്. അങ്ങനെ 1964 ജാക്സൺ 5 എന്ന മ്യൂസിക്കൽ ബാൻഡ് പുറത്തിറങ്ങി. നമ്മുടെ MG എന്ന കുട്ടിത്താരമാണെങ്കിലോ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. 1968 ഈ ബാൻഡിൻ്റെ ബിഗ് ബോയ് എന്ന ആദ്യത്തെ സിംഗിൾ ആൽബം പുറത്തിറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് മോട്ടോൺ എന്ന പ്രശസ്തമായ മ്യൂസിക്കൽ കമ്പനി ഈ ബാൻഡ് ഏറ്റെടുക്കാനുള്ള കരാർ ഉറപ്പിക്കുന്നത്. അതേ തുടർന്ന് ഇവർ ലോസ് ഏഞ്ചൽസിലേക്ക് സ്ഥലം മാറി. 1969 ആദ്യ TV ഷോ പുറത്തിറങ്ങി. 1971 ഐ വോണ്ട് യു ബാക്ക് എന്ന ജാക്സന്റെ ബാൻഡ് പുറത്തിറങ്ങി. ഇതോടുകൂടി ഇവരുടെ പേരും പ്രശസ്തിയും ഉയരുകയായിരുന്നു. ഇങ്ങനെ പണം വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല വീട്ടിലേക്ക് അവർ താമസം മാറി. 1972 MJയുടെ ഗോ ടു ബി ദർ ബെൻ എന്ന ആൽബം പുറത്തിറങ്ങി. അതോടുകൂടി പോപ്പ് സംഗീത രംഗത്ത് വളരെയധികം ശ്രദ്ധ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു കിരീടം വയ്ക്കാത്ത രാജാവായി തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. 1974 മോട്ടോണിനു വേണ്ടി 4 സിംഗിൾസ് ആൽബം പുറത്തിറക്കി. എന്നാൽ മോട്ടോണായി ജാക്സൺ, അതായത് മൈക്കിൾ ജാക്സന്റെ അച്ഛൻ, പിണങ്ങിയിരുന്ന സമയമായിരുന്നു. അങ്ങനെ ജാക്സൺ എന്ന പേരിട്ട് എപ്പിക്സായി ആൽബം പുറത്തിറക്കാൻ തുടങ്ങി. തുടർന്ന് 1978 ഷേക്ക് യുവർ ബോഡി എന്ന ആൽബം ഹിറ്റായി മാറുകയായിരുന്നു. ഇതിനിടെ സ്വന്തമായി പെർഫോമൻസ് തുടങ്ങിയിരുന്നു നമ്മുടെ മൈക്കിൾ ജാക്സൺ. ഓഫ് ദ വാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ പോപ്പ് സംഗീത രംഗത്തെ തരംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പെർഫോമൻസുകളുടെയും പിന്നിലൊരു വ്യക്തിയുണ്ടായിരുന്നു, ഒരു സൂത്രധാരൻ, ഗുംസി ജോൺസ്. അടുത്തതായി പുറത്തിറക്കിയത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആൽബമായിരുന്നു ത്രില്ലർ. വളരെ വലിയ രീതിയിൽ തന്നെ തരംഗമായി മാറുകയായിരുന്നു. 41 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ മാസ്മരികയിലായിരുന്നു നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ട് നടന്നത്. 7 കോടിയുടെ ഒറിജിനൽ കോപ്പികളാണ് ആ സമയത്ത് വിറ്റഴിച്ചത്. 8 ഗ്രാമീണ അവാർഡാണ് നേടിയത്. ആരാധകർ കൂടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിറവും മാറാൻ തുടങ്ങി. പലതരത്തിലുള്ള കളിയാക്കലുകൾ. അതിനിടയിൽ അദ്ദേഹത്തിന് സ്വയം തന്നെ അപഹർഷതാബോധം തോന്നി തുടങ്ങി. പിന്നീട് ഒട്ടും മടിച്ചില്ല. അതുകൊണ്ട് 80കളിൽ റൈനോപ്ലാസ്റ്റി എന്ന പ്ലാസ്റ്റിക് സർജറി നടത്തി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങി. 1983 വെള്ളപ്പാണ്ട് വന്നു. അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആകെ കുറച്ചു. അത് മറികടക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ശരീരമാകെ വെളുപ്പിച്ചുകൊണ്ട് അദ്ദേഹം വേറെ തന്നെ ഒരു രൂപത്തിലേക്ക് ഉടലെടുക്കുകയായിരുന്നു. അമേരിക്കയിലെ സാന്റാ ബാർബറയിൽ 2000 ഏക്കർ ഭൂമി സ്വന്തമായി വാങ്ങി. സാവധാനം അവിടെ ഒരു കൊട്ടാരം തന്നെ ഉയർന്നു വന്നു. ആ കൊട്ടാരത്തിൻ്റെ പേരായിരുന്നു നെവർലാൻഡ്. ചുറ്റും പാർക്ക്, മൃഗശാല, ചിമ്പാൻസി, കുരങ്ങന്മാർ, മയില്, അങ്ങനെ പല തരത്തിലുള്ള മൃഗങ്ങളും. പോരാത്തത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ചെറിയ പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഒരിക്കൽ പെപ്സിയുടെ ഒരു പരസ്യത്തിൽ അഭിനയിക്കുകയായിരുന്നു മൈക്കിൾ ജാക്സൺ. ആ സമയത്ത് ഒരു സ്ഫോടനം ഉണ്ടാവുകയാണ്. ആ സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് പൊള്ളലേറ്റു.
അങ്ങനെ വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയും ധാരാളം പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുകയായിരുന്നു. തുടർന്ന് പാപ്പരാസി പത്രക്കാർ അദ്ദേഹത്തെക്കുറിച്ച് ഗോസിപ്പുകൾ ഇറക്കാൻ തുടങ്ങി. ഒരിക്കൽ ബാഡ് എന്ന ആൽബം പുറത്തിറക്കി. ആ ആൽബത്തിൽ ലീവ് മീ എലോൺ എന്ന പാട്ട് പത്രക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയായിരുന്നു. ഇതേ ആൽബത്തിൽ തന്നെയാണ് 45 ഡിഗ്രി ചെരിഞ്ഞുകൊണ്ടുള്ള റെക്കോർഡുണ്ടായത്. 1991 ഡേഞ്ചറസ് യുഗം പുറത്തിറങ്ങുകയാണ്. ആയിരത്തി 1993 എക്സ്ക്ലൂസീവായി ഒരു ഇന്റർവ്യൂ നടത്തി. അച്ഛൻ്റെ ക്രൂരതകളൊക്കെ തുറന്നു പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണം പുറത്തിറങ്ങുകയാണ്. 13 വയസ്സുള്ള ബാലനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. എന്നാൽ കോടതിക്ക് പുറത്തു വെച്ച് തന്നെ പണം കൊടുത്തു ആ കേസ് ഒതുക്കി തീർത്തു. പിന്നീട് അതുപോലുള്ള 3-4 കേസുകൾ വന്നിരുന്നു. ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു. മാർട്ടിൻ ബഷീർ എന്ന ജേർണലിസ്റ്റ് ആയിരുന്നു അന്ന് ആ ഇന്റർവ്യൂ നടത്തിയത്. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആരാധകരും പോലീസും അദ്ദേഹത്തിനെതിരെ തിരിയുകയായിരുന്നു. റെയ്ഡ് തുടങ്ങി. ഒരുപാട് തരത്തിലുള്ള വിചാരണകൾ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അമേരിക്ക വിട്ട് ബഹ്റൈനിലേക്ക് കുടിയേറി. 2009 ദിസ് ഈസ് ഇറ്റ് എന്ന ഷോ ലണ്ടനിൽ പ്രഖ്യാപിച്ചു. എന്നാൽ 10 ഷോ ആയിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീടത് 50 മാറ്റുകയായിരുന്നു. കഠിനമായ പരിശീലനം. ഒരു ദിവസം അദ്ദേഹം തൻ്റെ റൂമിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ഫിസിഷ്യൻ അദ്ദേഹത്തെ തൊട്ടു നോക്കിയപ്പോൾ ചെറിയൊരു മിടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത്, അതായത് മൈക്കിൾ ജാക്സൺ മരിക്കുന്ന സമയത്ത്, ഗൂഗിൾ എഞ്ചിൻ അടക്കമുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ സെർച്ച് എഞ്ചിന് വരെ നിന്നുപോയിരുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളായിരുന്നു മൈക്കിൾ ജാക്സന്റെ മരണവിവരം അറിയാൻ വേണ്ടി ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സെർച്ച് എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു. എന്തൊക്കെയായാലും 2009 ജൂൺ 25 നമ്മളെ വിട്ടുപോയത് ചെറിയൊരു വ്യക്തിയൊന്നുമല്ല. ഈ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. പോപ്പ് സിംഗർ ആയിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ടായിരുന്നത് ശരീരഭാഗത്തെ പല സ്ഥലങ്ങളിലും ഇഞ്ചക്ഷൻ്റെ മാർക്കുണ്ട് എന്നാണ്. വർഷങ്ങളോളം കുത്തിവെച്ച പെയിൻ കില്ലേഴ്സിൻ്റെ അടയാളങ്ങൾ. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു സൂചന പോലും ഇല്ലായിരുന്നത്രേ. ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ വയറിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് ഒരുപാട് മരുന്നുകൾ. അദ്ദേഹത്തിൻ്റെ ഫിസിഷ്യൻ 4 വർഷത്തെ ശിക്ഷ അനുഭവിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നല്ല നടപ്പ് കാരണം തന്നെ 2 വർഷം മാത്രമേ ശിക്ഷ ലഭിച്ചുള്ളൂ. 13 ഗ്രാമീണ അവാർഡുകൾ, 20 ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഗാനഗന്ധർവനായിരുന്നു MJ. ഈ 2024 കാലഘട്ടത്തിലും അദ്ദേഹത്തെ മറികടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മൈക്കിൾ ജാക്സൺ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതം എന്തോ ആയിക്കോട്ടെ, സംഗീതത്തിൽ വിസ്മയം തീർത്ത ഇതുപോലൊരു വ്യക്തി ഈ ലോകത്തിന് ജനിച്ചിട്ടുമില്ല, ജനിക്കുകയുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രം ബിലീവ് ഇറ്റ് ഓർ നോട്ട്.